നമസ്കാരം. ട്രംപിനെ വെല്ലുവിളിച്ച് ഖലിസ്ഥാൻവാദിയായ കാനഡയിലെ രാഷ്ട്രീയ നേതാവ് ജഗ്മീത് സിംഗ്. കാനഡയെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുമെന്ന ട്രംപിന്റെ വെല്ലുവിളി തീക്കളിയാണെന്നും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമാണ് ജഗ്മീത് സിംഗ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. യു എസിലും യു കെയിലും കാനഡയിലും ഖലിസ്ഥാൻവാദികളുടെ വിളയാട്ടമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി നടക്കുന്നത്. ഇന്ത്യൻ എംബസികളിൽ കയറി കുഴപ്പമുണ്ടാക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. കാരണം ഇത്തരം വിധ്വംസക ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ യു എസ് ഭരിച്ചിരുന്നത്. ഇന്ത്യയിൽ മോദി സർക്കാരിന് തലവേദന സൃഷ്ടിക്കാൻ ഖലിസ്ഥാൻവാദികൾ പന പോലെ വളരണം എന്ന് ചിന്തിച്ച പാർട്ടിയാണ് യു എസിലെ ഡെമോക്രാറ്റിക് പാർട്ടി. അവർ ഊട്ടി വളർത്തുന്ന NGO സംഘടനകളും ഇന്ത്യയിൽ മോദിയെ അട്ടിമറിക്കാൻ പറ്റുന്ന തുറുപ്പ് ചീട്ടായാണ് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഖലിസ്ഥാൻകാരെ കണ്ടിരുന്നത്. എന്നാൽ ഇനി NGOകളെ മൂക്കുകയറിട്ട് നിർത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നാളുകളാണ് വരാൻ പോകുന്നത്. എന്തായാലും ജഗ്മീത് സിംഗിന് ട്രംപ് ഉചിതമായ മറുപടി തന്നെ നൽകുമെന്ന് ഉറപ്പാണ്. അത് എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് BJPയും ഭാരതവും. കാരണം ഖലിസ്ഥാൻ വാദം മോദി സർക്കാരിന് വലിയൊരു തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, മോദിയെ വധിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ഭീഷണി മുഴക്കുന്ന ഖലിസ്ഥാൻവാദിയായ SFJ നേതാവ് ഗുർബന്ത് സിംഗ് പന്നുവിനെ US വധിക്കാൻ മോദി സർക്കാർ ആളെ വിട്ടു എന്ന് വരെ ജോ ബൈഡൻ സർക്കാരിന്റെ നീതിന്യായ വകുപ്പ് കുറ്റപ്പെടുത്തിയിട്ട് അധിക നാളായിട്ടില്ല. US നീതിന്യായ വകുപ്പിനെ അറിയാമല്ലോ. മറ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന US ശതകോടീശ്വരൻ ജോർജ് സോറസ് അടക്കം അംഗമായ ഡീപ് സ്റ്റേറ്റ് എന്ന അധികാര കേന്ദ്രത്തിന്റെ കയ്യിലെ കളിപ്പാവയാണ് US നീതിന്യായ വകുപ്പ്. ഇതേ നീതിന്യായ വകുപ്പിലെ ഒരു അറ്റോർണിയാണ് ഈയിടെ ഗൗതം അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയത്. എന്തായാലും മോദി സർക്കാർ ഈ ഖലിസ്ഥാൻ ഭീഷണിയെ കരുതലോടെ തന്നെയാണ് സമീപിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ വളർത്തുന്നത് ഖലിസ്ഥാൻ വാദികളുടെ വിദേശ ഫണ്ടിൽ നിന്നാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. പഞ്ചാബിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിദേശത്തുള്ള ഖലിസ്ഥാൻ സംഘടനകൾ വാരിക്കോരി നൽകിയ ഫണ്ട് ഉപയോഗിച്ച് ആം ആദ്മി പഞ്ചാബിലെ ഭരണം പിടിച്ചു. സിഖുകാർ അതിവൈകാരികതയുള്ള ഒരു സമുദായമാണ്. കരുതലോടെ നേരിട്ടില്ലെങ്കിൽ അത് ആളിപ്പത്തി നമ്മളെ നശിപ്പിക്കുമെന്ന് മോദിക്ക് നന്നായി അറിയാം. മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കച്ചകെട്ടിയ US ഡീപ് സ്റ്റേറ്റ് ശക്തികൾ ഖലിസ്ഥാൻകാരെ മോദി സർക്കാരിനെതിരെ അണിനിരത്താൻ ശ്രമിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ US സന്ദർശിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ സിഖുകാർക്ക് ഗുരുദ്വാരയിൽ പോകാൻ പോലും സ്വാതന്ത്ര്യമില്ല എന്ന് പ്രസംഗിച്ചത്. ഇതിനെതിരെ പഞ്ചാബിലെ രാഷ്ട്രീയ പാർട്ടികൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. കാരണം ഇന്ത്യയിൽ സിഖുകാരുടെ മേൽ യാതൊരു നിയന്ത്രണവും മോദി സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം സിഖുകാരെ മോദിക്കെതിരാക്കി മാറ്റുക എന്നതായിരുന്നു. അതാണ് അവർ കർഷക സമരത്തിലൂടെയും പുറത്തെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതും ചെയ്തത്. എന്നാൽ കർഷക സമരത്തെയും മോദി സർക്കാർ നിർവീര്യമാക്കി. എന്തായാലും ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ കൂട്ടാളിയുടെ രാഷ്ട്രീയ ഭാവിയും ട്രംപിനെ വിമർശിച്ചതോടെ ഇല്ലാതാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഖലിസ്ഥാനികളുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ.